പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത് ഇന്ന് രാവിലെ. നമുക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും പഴങ്കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആർക്കും പണിയില്ല. മഴ പെയ്യും കേട്ടോ. ഇവരൊക്കെ ഇത് സ്കൂള്, ഇത് അങ്കണവാടി. കാണണം കൈസങ്ങള്. ഇളവരുണ്ടോ? ഇതെന്താ ജാനകി? അതെ. ഹായ് ചെങ്ങന്മാരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ കടന്ന പമ്പിലാണുള്ളത്. പമ്പിൽ ആരുമില്ലേ? എവിടെ വിലക്കെ? അവരൊക്കെ അകത്തേക്ക് പോയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെയാണല്ലോ കിടന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സംഭവം ഫുള്ള് സെറ്റാക്കി കല്ലൊക്കെ മാറ്റിക്കോ. ഞങ്ങൾക്ക് ഇന്ന് കുളിക്കണം. അതായത് നമുക്ക് ഇന്നലെ കുളിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലെ അതിന് പറ്റിയ സൗകര്യം കിട്ടിയില്ല എന്ന് വേണം പറയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുളിക്കുകയൊക്കെ വേണം. കുളിക്കണമെങ്കിൽ നമുക്ക് ദാബയോ അല്ലെങ്കിൽ ഇത് പുതിയ പെട്രോൾ പമ്പ് ആയതുകൊണ്ട് ടോയ്ലറ്റിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കുളിക്കാനുള്ള സ്പേസ് അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഇവിടെ കുളിക്കാൻ കഴിയില്ല. അതിനകത്ത് ആ ടോയ്ലറ്റിനകത്ത് കുളിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? നമ്മളെന്താ വെച്ചാൽ മോശമൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മോശമാണ്. ഇവർ അപ്പോൾ കുളിക്കുന്നതൊക്കെ ഉണ്ടാവാം. അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് കുളിക്കണില്ല. മുന്നിൽ ദാബ ഉണ്ടല്ലോ. അപ്പോൾ ആ ദാബയിൽ ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടാവും വെള്ളം. അവിടെ നിന്ന് കുളിക്കാമെന്ന് കരുതി നിൽക്കുവാണ്. ചായ കുടിച്ചില്ല, ചായ കുടിക്കണം. പിന്നെ ചോറുണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും ഇല്ല. കാരണം ഇന്നലെ നമ്മൾ കുക്ക് ചെയ്യാത്തതുകൊണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചായ ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ രാവിലേക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കേണ്ടെന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതിരുന്നതാണ്. നമ്മളപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആദ്യം നമുക്ക് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന സ്പേസ് ആണെങ്കിൽ കുക്ക് ചെയ്യും. ദാബയാണ് കിട്ടുന്നതെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവുള്ളൂ. എന്നാൽ ഇറങ്ങല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്നാൽ ഇറങ്ങി നോക്കാം. നമുക്ക് ഇന്നലെ ഇവിടെ സ്പേസ് തന്ന അപ്പോൾ ബൈ. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അതെ, നമ്മളെന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരോട് ഒരു മുണ്ടാതെ ഞങ്ങൾ പോവുകയാണെന്ന് പോലും പറയാതെ നമുക്ക് പോരാൻ വയ്യ. അതിന് നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു പോരുമ്പോൾ അത് അവർക്കൊരു സന്തോഷമായി, ഞങ്ങൾക്കും തന്നെ വളരെ വളരെ സന്തോഷമായി. കാരണം നമ്മൾക്ക് കിടക്കാൻ നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമാണ്. ഇതിവിടെ മുന്നിൽ എവിടെയോ ഈ HP പമ്പിൻ്റെ അപ്പുറത്തായിട്ട് ദാബ ഉണ്ട് എന്നാണ് പറഞ്ഞത്. വലിയ ദൂരമൊന്നുമില്ല. ആ ദാബയിൽ ഇതിന് സൗകര്യം ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല. അവിടെ ഒന്ന് നിർത്തി നോക്കാം. നമുക്ക് കുളിക്കാനുള്ള സൗകര്യമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ദാബയിൽ നിന്നൊന്നും ഞങ്ങൾ കുക്ക് ചെയ്യാറില്ല. കാരണം ദാബ എന്ന് പറയുന്നത് ഒരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മോശമല്ലേ? പക്ഷെ ലോറിക്കാരൊക്കെ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ദാബയിലേക്ക് കയറുവാണ്. ദാബ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ദാബയിൽ കിടന്നുറങ്ങാനല്ലല്ലോ, ഫുഡ് കഴിക്കാനല്ല. നമ്മുടെ ലക്ഷ്യം കുളി ആയതുകൊണ്ട് ഇതാണ് ടാങ്ക്. ടാങ്കിൽ വെള്ളമുണ്ടോ എന്തോ ഒന്നും അറിയില്ല. നമ്മുടെ ലക്ഷ്യം കുളിയാണ്. കുളിക്കുക, ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ്. വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ സെറ്റാണ്. ഫുള്ള് വെള്ളമാണ്. ദാബയിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ദാബയിൽ ഇവിടെയൊക്കെ ചെളിയാട്ടോ. ഇനി നമ്മളുടെ പരിപാടി കുളിക്കുക എന്നുള്ളതാണ്. കുളിക്കാനുള്ള വെള്ളം എൻ്റെ മോനെ ക്ലിയർ വെള്ളം, അടിപൊളി വെള്ളം കേട്ടോ. സൂപ്പർ വെള്ളം. മിയ നല്ല അടിയാണ് കാണുന്നത്. ഇതാണ് ദാബ എന്ന് പറയുന്നത്. അപ്പോൾ ദാബയിൽ നമുക്ക് കുളിക്കാം. ദാബയിൽ നമുക്ക് കിട്ടുന്ന രണ്ട് സൗകര്യമാണ് ഉണ്ടാവുക. 3 സൗകര്യം. അതായത് ഫുഡ് ഉണ്ടാവും. മെയിനായിട്ട് അതാണ് ഫുഡ്. പിന്നെ നമ്മൾക്ക് നൈറ്റിൽ സ്റ്റേ ദാബയിൽ എടുക്കാം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ 20 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യ അദ്ദേഹത്തിനൊരു സെക്യൂർ. നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കില്ല. അതുപോലെ തന്നെ പിന്നെയുള്ള സൗകര്യം എന്ന് പറയുന്നത് കുളിക്കാനുള്ള സൗകര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ദാബയിൽ കിട്ടും. പിന്നെ ടോയ്ലറ്റ് സൗകര്യം ദാബകളിൽ ഉണ്ടാവില്ല. അതിന് പ്രത്യേകം പറയാമല്ലോ. ടോയ്ലറ്റ് സൗകര്യം ദാബകളിൽ ഉണ്ടാവില്ല. പമ്പുകളിൽ കിടക്കുമ്പോഴാണ് നമുക്ക് ടോയ്ലറ്റ് കിട്ടുന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വേഗം ഒന്ന് കുളിക്കട്ടെ അല്ലേ? അതൊരു ഗ്രാമത്തിലേക്കുള്ള വഴിയാവാം. ഇത് അവിടെ എങ്ങനെ നമ്മൾ കുളിച്ചിരുന്നത് കണ്ട് ഇവിടെയാണ്. കണ്ട നമ്മളെ ടാങ്കൊക്കെ കണ്ടാണ്. അവിടെയാണ് നമ്മൾ കുളിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു വഴി കണ്ടപ്പോൾ ഒരാഗ്രഹം, ഇതുവഴി ഒന്ന് പോയാൽ എങ്ങനെ ഉണ്ടാവും.
സൈഡ് മറ്റേ നമ്മളെ പാടത്തുണ്ടാകുന്ന പുല്ലിന്റെ കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് വെച്ചാൽ തെങ്ങ് കണ്ട തെങ്ങുണ്ട് ഇതിനെ തെങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡ് നോക്കാം വിൻഡ്മില്ലുകളുടെ ഒരു നിരയുണ്ട്. ഇത് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്ത സംഭവമാണെങ്കിലും ഇതൊന്നും കറങ്ങണില്ലല്ലേ. ഇത് ഭയങ്കര വലുപ്പാട്ടോ. കൊലഞ്ചാതി സാധനമാണ്. ഇപ്പൊ ഈ സൈഡൊക്കെ തെങ്ങും കഴുങ്ങും മാത്രമേ ഉള്ളൂ. പക്ക നമ്മുടെ നാട് അല്ലേ. ഒരു തെങ്ങും കഴുങ്ങും മാത്രം. ഓരോ മക്കളെ അടിപൊളിയായിട്ടോ. കുറച്ച് ദൂരം പോന്നപ്പോ ഇതിലെങ്ങനെ വീടുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഗ്രാമം തുടങ്ങുകയാണ്. ഗ്രാമത്തിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഇവിടെ സ്കൂളാണ്. സ്കൂളാണല്ലേ, LP സ്കൂളാണ്. കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ സ്കൂളാണ്. ഉള്ളിയാണ്. ഉള്ളി ക്ലീൻ ആക്കുന്നുണ്ടാവില്ല. ഉള്ളി നമ്മൾ കുറെ കണ്ടതുകൊണ്ട് മൈൻഡ് ആക്കുന്നില്ല. പിന്നെ ഇവിടെ സൊറ പറഞ്ഞിരിക്കുന്നു ഏട്ടന്മാര്. പിന്നെ ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഗ്രാമം തന്നെ മനോഹരമാണ്. ഇതൊക്കെ സംഭവം ഈ വണ്ടിയിൽ ഇവർ പുല്ല് വെള്ളമൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി അല്ലേ. അങ്ങനെ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കിലേക്ക് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ പണി കുറവുണ്ടോ? പണിയില്ലോണ്ട് എല്ലാവർക്കും. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളിവിടുന്ന് റൈറ്റിൽ തന്നെ ഇതിൽ പോയാൽ അത് വില്ലേജിൻ്റെ ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് ഇരിക്കുന്നു. ആർക്കും പണിയൊന്നും ഇല്ലാതെ തോന്നില്ലേ. ഇനി നമ്മൾ റൈറ്റ് തന്നെ പിടിക്കണം. അല്ല, നമ്മൾ ആദ്യം ലെഫ്റ്റ് തന്നെ പിടിക്കുക. സംഭവം ഇതിൽ തന്നെ ഒന്ന് പോയി നോക്കാം. മറ്റിപ്പം തന്നെ പോയി ചാടും ഹൈവേയിലേക്ക്. അപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയിട്ട് നോക്കാം. ഈ റോഡ് സാധാരണ നമ്മളുടെ നാട്ടിലൂടെ ഒക്കെ പോകുന്ന തരത്തിലുള്ള റോഡ് തന്നെയാണ്. പക്ഷേങ്കിൽ റബ്ബറൈസറാണ്. റബ്ബറൈസർ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി കുറവുള്ള ഒരു റബ്ബറൈസറാണ്. ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ്. എല്ലാ പാടങ്ങളെല്ലാം ഒഴുത് മറച്ചിട്ടേക്കുവാണ്. പക്ഷേ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യുമായിരിക്കും. ഇനി മഴക്കാലം അടുപ്പിച്ചൊക്കെയാണ് അവ ചെയ്യുന്നത്. മഴ തുടങ്ങാനായില്ലേ. ഏതാണ്ട് മഴ തുടങ്ങാനായി. ബാക്കിൽ നിന്ന് ഓണടിക്കും. കൃഷിയിടങ്ങൾ കാണാൻ നല്ല രസമാണ്. പക്ഷേ എങ്കിലും കൃഷിയില്ലാത്തത് ഒരു നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. കാരണം നമ്മൾ ഇത്രയും ദൂരം പോന്നിട്ട് നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെയാണല്ലോ കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്കിലും അതില്ല. ഇതിങ്ങനെ ഒഴിഞ്ഞ് പോവാട്ടോ കുറെ. ഇപ്പം നമ്മൾ ആ വില്ലേജിൽ നിന്ന് പോന്നിട്ട് ഒരു കുറച്ചായി 1 കിലോമീറ്ററോളം ഇപ്പോൾ ആ വില്ലേജിൽ നിന്ന് അങ്ങനെ പോന്നു. എന്നിട്ട് കാണുന്ന കാഴ്ചയാണത്. പക്ഷേ എങ്കിൽ ഇവിടെ വീടുകളൊന്നുമില്ല. ഫുള്ളായിട്ട് കൃഷിയിടമാണ്. 2 സൈഡ് കൃഷിയിടം. പക്ഷേ ഇത് കൃഷിയായിട്ടൊന്നും ഇപ്പം ചെയ്തിട്ടില്ല. ഇതൊക്കെ ഉഴുത് മറിക്കാൻ തന്നെ എത്ര ദിവസം വേണ്ടി വരില്ലേ. ഇവിടെയൊക്കെ അവനവനെ ട്രാക്ടറാണ്. സ്ഥലമുണ്ടോ ട്രാക്ടർ ഉണ്ടാവും. അല്ലാതെ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ നിന്നാൽ മുതലാവില്ല. അതെ, ഈ ഗ്രാമത്തിൽ ഞങ്ങൾ അടുത്തൊരു ഗ്രാമത്തിൽ എത്തി. ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ, HPയുടെ. ഇനി നമ്മൾ 4 മണി നമ്മളിനി പോകുന്ന റൈറ്റാണ്. നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. നമ്മളിതിൽ റൈറ്റ് പിടിക്കും. റൈറ്റ് 4 കൂടി ജംഗ്ഷനാണ്. അവിടെ രഥം കണ്ടിച്ച് അവിടെ ഒരു ഉത്സവം എന്തോ കഴിഞ്ഞതാണ്. ഇതിലെ പോയി കഴിഞ്ഞാൽ തിരുവണ്ണൂർ ചിത്രദുർഗ. ചിത്രദുർഗയ്ക്ക് ഇതിലെ പോകട്ടോ. നമ്മൾ ചിത്രദുർഗയാണ്. ഇതൊരു മെയിൻ റോഡായില്ലേ. ഒരു മെയിൻ റോഡായല്ലോ. ഓഹോ, ഇവര് നമ്മളെ ലോക്കാക്കട്ടോ കുറച്ച് നേരത്തിന്. ചെമ്മരിയാടുകളാണ്. ചെമ്മരിയാട് കൂട്ടം. നായ്ക്കളാണല്ലോ കൊണ്ടുകൊടുക്കണേ. ഒരു കൊഹ പറയുന്നുണ്ട്. ആട്ടുകട്ടാറ്റിന് ഇതാണ് ആടുകാരൻ. ആടേട്ടൻ. ആടും കൊണ്ട് നടക്കുന്ന ഏട്ടൻ ആടേട്ടൻ. ഇതാരാ കാര്യസ്ഥനത്തെ മറ്റേ ദിലീപുണ്ടല്ലേ വരവ്. അതേപോലെ ആരാണ് ഓനാളുണ്ട്
സ്കൂളല്ലേ? സ്കൂൾ പോലെ സംഭവം ഇതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ നമ്മൾ ഈ നേരം വരെ ഇപ്പൊ സമയം തോന്നുന്നു 9:15. നന്ദിന്റെ എഴുതുന്നുണ്ടോ? അതൊരു നന്ദി കോവിലാണല്ലേ. ഈ നേരം വരെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഒരു മല ഉണ്ട് അവിടെ. ഭക്ഷണം കഴിച്ചില്ല. അപ്പം എന്താ വെച്ചാൽ ഭക്ഷണമായിട്ടൊന്നുമില്ല, ചായയെങ്കിലും കുടിക്കണ്ടേ. ഇങ്ങനെ ഒരു പറമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. ആഹാ, ഓഹോ, പുളിമരമാണ്. തണല് കുറവാണ്. പുളിമരം പുളി നെല്ലിക്ക അല്ല, രണ്ടും പുളി തന്നെയല്ലേ. അടുത്ത പരിപാടി ഒക്കെ നമുക്ക് തണല് കുറവാണ്. പരിപാടി ഒക്കെ എവിടെ പുളി ചാടി കിടക്കാൻ നീണ്ടെങ്കിൽ തിന്നിക്കാം. അടിപൊളി പുളി, നല്ല പുളിയുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ കഞ്ഞിയാണത്, പഴങ്കഞ്ഞി അല്ലേ. പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത് ഇന്ന് രാവിലെ. നമുക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും പഴങ്കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ട് അടിപൊളിയാ. ഓക്കെ സംഭവം സെറ്റായി. കഞ്ഞിയല്ല, ചോറ്, കറി, ചായ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ ചായ കുടിച്ചു. പഴങ്കഞ്ഞിയും ചായയും തോന്നുന്നു സ്പെഷ്യൽ. ഇതുവരെ ഈ ഒരു യാത്രയിൽ ഇതുവരെ അങ്ങനെ കുടിച്ചില്ല. ഇനി ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് അങ്ങനെ പോകും. ഇതൊരു ഗ്രാമമാണ്. അവിടെ ഒരു ഉത്സവ വണ്ടിയൊക്കെ ഉണ്ട്. ഒരു പൂരവണ്ടി രഥം അല്ലേ. മാരിയമ്മൻ കോവിലിൽ എന്തോ പരിപാടി ഉണ്ട്. അങ്ങനെ എന്തേലും ഒരു മാരിയമ്മൻ തന്നെ ആവും. നിൽക്കുന്നു. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിരുന്നു. കണ്ട സംഭവം അടിപൊളി അല്ലേ. ഫുള്ള് അലങ്കരിച്ചൊക്കെയാണ്. അതായത് വായ, പൂവ്, ഭസ്മം, കുറികൾ, ചന്ദനക്കുറികൾ കൊണ്ടൊക്കെ. ടയറൊക്കെ നോക്കാം. സൂപ്പറായില്ലേ. നല്ല കളറൊക്കെ ഉണ്ട്. നേരെ എന്താ തുണി കൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. നേരെ എന്താ തുണി കൊണ്ട് അതിന് നടുക്കൊരു ചെയറുണ്ട് ഇരിക്കാൻ. നാളികേരുണ്ടാകുമ്പോൾ കെട്ടി തൂക്കിയിട്ട് അത് കെട്ടി വലിക്കാനുള്ള കയറുണ്ട് അവിടെ. കെട്ടി വലിക്കാനുള്ള കയറ്. ഇവിടെ എല്ലാവരും ഐസ് തന്നെ കേട്ടോ. ഇവിടെ ഐസ് വണ്ടി പോയിക്കണതില്ലേ. ഐസ് വണ്ടി ഇവിടെ കംപ്ലീറ്റ് ഐസ് കൊടുത്തു. ഐസ് വണ്ടി എല്ലായിടത്തും കൂടെ ഐസ് കൊടുത്ത്. എല്ലാവരും ഐസ് തന്നെയാണ്. നമുക്കൊരു ഐസ് കിട്ടിയാണെങ്കിൽ എങ്കട ഐസും വണ്ടി. നമ്മൾ ഗ്രാമവഴികളിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടാറ് ഉച്ചയായി. അപ്പം ഇനി കുറച്ച് നേരം നമ്മളുടെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഈ കാണുന്ന മുന്നിലാണ് ഇതാണ് ഹൈവേയിലേക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഒരു സർവീസ് റോഡ് പോയി കഴിഞ്ഞാൽ കയറാൻ വേണ്ടി കഴിയും. അതായത് ഇന്ന് നാട്ടിലേക്ക് ലക്ഷ്യം വെച്ച് അധികം ദൂരമൊന്നും ഓടിയില്ല. ആകെ കുറച്ച് ദൂരം എന്തോ ഹൈവേയിൽ ഓടിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ള ഗ്രാമത്തിലാണ്. അതെ, ഒരുപാട് ഗ്രാമങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല വൈബാണ്. അത് വേറെ പ്രത്യേക വൈബാണ്. അത് നമ്മൾ എന്താ പറയുക, നമ്മളത് കാണുമ്പോൾ അവിടുത്തെ ജീവിതശൈലി, അവരുടെ വീടും അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ശൈലി കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അവരോട് തോന്നുന്നത്. എല്ലാവരും വളരെ ഒത്തൊരുമയുടെ ഒരു ഇഷ്ടമാണ് അവരോട് വരിക. നമുക്ക് ആ ഇഷ്ടത്തിന് പുറത്താണ് നമ്മൾ ഗ്രാമങ്ങൾ വീണ്ടും സന്ദർശിക്കുന്നത്. ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേ ഒരു ഭംഗി നമുക്ക് നേരിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. പുതിയ അരി കൊണ്ട് ചോറ് വെച്ചപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടോ. ഈ അരി സൂപ്പറാണ്. എന്താ കറി? വഴുതനങ്ങാൻ്റെ ഉള്ളി അല്ലേ. വഴുതനങ്ങാൻ്റെ ഉള്ളി അതിക്കൊരു സ്പൂണ്. ഇന്നപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല. കറി, മുളക് ചമ്മന്തി. ഓക്കെ, അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയുള്ള ഹൈവേ ആണത്. സർവീസ് റോഡിൽ ഇങ്ങനെ നല്ലൊരു അടക്കാപ്പച്ച ബദമരത്തിൻ്റെ ചൂട്ടിലാണ്. ബദമരത്തിൻ്റെ ഒരു ലൈനാണത്. ഇവിടെ നല്ല തണുപ്പിൻ്റെ ഏരിയ. ഇത് മറ്റേ വേപ്പ് തന്നെയാണ് അല്ലേ. ഇവിടെ അധികം തണൽ മരമായിട്ട് ഉപയോഗിക്കുന്നത് വേപ്പാണ്. ഹൈവേകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്.
ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് യാത്ര ഉള്ളൂ. അതുവരെ റെസ്റ്റാണ്. ഭക്ഷണം കഴിച്ചോടുന്നേ കുറച്ച് ദൂരം പോകുന്നു. അപ്പോൾ നമ്മുടെ വെള്ളം ഇന്നലെ എടുത്ത വെള്ളം കുറച്ചല്ലേ എത്തിയുള്ളൂ, 20 ലിറ്റർ എത്തിയുള്ളൂ. അപ്പോൾ ഇവിടെ മിനറൽ വാട്ടറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇവിടെ ഹോൾസെയിലിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഹോൾസെയിൽ റേറ്റ് എന്താ വില അറിയില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇന്നത്തെ വെള്ളം എടുക്കുക, ഫിൽറ്റർ വാട്ടർ ആയിരിക്കും. ഫിൽറ്റർ വാട്ടർ നമ്മൾ കമ്പനി കാണാൻ സെറ്റപ്പാണ്. 20 ഉറുപ്പ്യ കേട്ടോ ഇവിടുത്തെ വെള്ളത്തിനും. സെറ്റല്ലേ? പോയാലോ? പോ. ഞങ്ങൾക്കിത് 2 ദിവസത്തിൽ നിൽക്കേണ്ട വെള്ളമാണ്. പക്ഷേ എങ്കിൽ ഇന്നലെ നമ്മൾക്ക് 25 ലിറ്ററാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ വെള്ളം നിന്നില്ല. ഇനിയിപ്പോൾ നാളേക്കാണ് നമുക്ക് വെള്ളത്തിന് ആവശ്യം. നാളേക്കും മറ്റന്നാൾക്കും ഉണ്ടാവും എന്ന് കരുതുന്നില്ല. എന്നാണെങ്കിൽ നാളെ എടുക്കേണ്ടി വരും അല്ലേ? ഇനി ഞങ്ങൾ ചിലപ്പോൾ മറ്റന്നാൾക്ക് വെള്ളം മാറ്റി വെക്കല്ലേ, ചിലപ്പോൾ ഞങ്ങളിത് ഫ്രഷ് എടുക്കാൻ എഴുതിയിട്ട് ഒഴിവാക്കലുണ്ട് വെള്ളം കാണുമ്പോൾ. ഏതായാലും ഇനി നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി അങ്ങനെ പോയി നോക്കാം. ഈ റോഡെന്ന് പറയുന്നത് ജാവർഗി രാംരാജ് നഗർ റോഡാണ്. നമ്മളപ്പോൾ രാംരാജ് നഗർ റോഡിൽ കയറിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമങ്ങൾ കയറി ശീലമായിപ്പോയി. ഇന്നുച്ചയ്ക്ക് ശേഷമുള്ള ഗ്രാമമാണത്. ഇതിനകത്തേക്ക് ഈ റൂട്ടിലൂടെ കയറുവാണ്. ഇവിടെ നല്ല കാറ്റാട്ടോ. കർണാടകത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് കാറ്റ് കൂടുതലായിട്ട് കിട്ടൽ തുടങ്ങി. ഇതെന്താ വെള്ളട്ടാങ്കോ? ഇതൊരു വെള്ളട്ടാങ്ക് കണ്ടോ? കറണ്ടാണ് ഈ പോണത്തടി കൂടെ. ചേടാ ഇവിടെ ശൗചാലയമുണ്ട്. വല്ലാതൊന്നും ഇല്ല കേട്ടോ ഈ റോഡ്. ഞങ്ങളെ ഈ ഒരു ഗ്രാമത്തിൽ ഇവിടെ ഇറങ്ങിയേക്കാണ്. പക്ഷെ മുട്ടായി കൊണ്ടുവന്നില്ല കേട്ടോ. ഉമ്മാർക്ക് കൊടുക്കാൻ മുട്ടായില്ല നമ്മുടെ കയ്യിൽ. അല്ലെങ്കിൽ മുട്ടായി കൊണ്ട് വരാറ്. നല്ലൊരു മരമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വേപ്പിൻ്റെ മരം ഉണ്ടാവും, നല്ല തണലാണ്. എന്താ അംഗനവാടിയാണെന്ന് തോന്നുന്നു. അംഗനവാടി ഓ ഇതാണ് അംഗനവാടി. വർക്കിംഗ് ये क्या है? स्कूल, गवर्नमेंट स्कूल. ഓ ഗവൺമെൻറ് സ്കൂളാണ് കഴിച്ചത്. മല ഗവൺമെൻറ് സ്കൂൾ. నేను స్కూలే വേറെ സ്കൂളാട്ടത്. വരാണ്ട ആക്സിഡന്റ്. അതെ കാൽമൊരു കെട്ടുണ്ട്. ആക്സിഡൻ്റ് ആയി കുത്തിരിക്കുവാണ്. ഇവരോട് ജോലി ഇല്ലയോ ചോദിച്ചു. പണിയുണ്ട്, പക്ഷേ എങ്കിലും മഴ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആർക്കും പണിയില്ല. മഴ പെയ്യും കേട്ടോ. ഇവരൊക്കെ കർഷകരാണെന്ന് തോന്നുന്നു എല്ലാവരും. ഫാർമേഴ്സ്. ഓ എല്ലാവരും കർഷകരാണ്. ഞങ്ങൾക്ക് അതിൽ പോയിക്കൂടെ? ഓക്കെ, താങ്ക് യു. നമ്മുടെ വണ്ടി ഉണ്ട് ഇവിടെ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവരുടെ ഇടയിലല്ലേ, യാതൊരു പ്രശ്നമില്ല. താങ്ക് യു. നമ്മൾ ഇവരുടെ ഗ്രാമം കാണാൻ വേണ്ടി പോവാണ്. വാടാ. ഇത് സ്കൂള്, ഇത് അങ്കണവാടി. കാണണം കൈസങ്ങൾ. ഈ ഒരു ഗ്രാമത്തിലെ സ്കൂളാണത്. ഇത് അങ്കണവാടിയാണ്. വോട്ടിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ അടുത്ത് പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിന് പൈപ്പൊക്കെ ഉണ്ട്. ഈ കാര്യത്തിൽ അടിപൊളിയാട്ടോ. നമ്മളടുത്ത മരുന്ന് എന്തോ ഉണ്ട് സിസ്റ്റം. എയർ മാത്രം ഉള്ളതാണാവാം. മോദി ജൽജീവൻ. പിന്നെ ഗ്രാമത്തിനകത്തേക്ക് കയറിക്കാൻ ഞാൻ പറഞ്ഞ കന്നുകാലി വളർത്തൽ ഇവരുടെ ഒരു പ്രധാന വരുമാനമാണ്. ഇത് മോദിയുടെ ജലജീവൻ പദ്ധതിയാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള വീടുകളാണ്. ഈ വീടും തന്നെ, അതായത് വീടിൻ്റെ അടുക്കള ഭാഗമാണ് തോന്നുന്നു ഓല കൊണ്ട് മേഞ്ഞത് അല്ലേ. ഞങ്ങൾ ചെയ്തൊരു പരിപാടി എന്താ വെച്ചാൽ കുട്ടികളുള്ള ഗ്രാമങ്ങളായിരിക്കും. നമ്മൾ മുട്ടായി ഒന്നും കൊണ്ടുവരാതെയാണ് പോകുന്നത്. അതൊരു പോരായ്മയാണ്. ഇവിടെ കണ്ടങ്ങൾ. ഹായ് എടാ ഇവരെന്താ പറയുന്നുണ്ടോ? ചെക്കന്മാർ ഇതിനകത്ത് ഫുള്ള് ചെക്കന്മാരാണ്. പോട്ടെ അടക്കി കാം. ഇവരുടെ വീട് ഷീറ്റ് കിട്ടാനുള്ള സെറ്റപ്പാണ്. ഈ വീടൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ വീട് കണ്ടോ? ഇതെന്താ ഫുള്ള് മരം വീടോ? മരം ആട്ടിയിട്ട വീടാ. പിള്ളേരുണ്ടോ? ഇതെന്താ ജാനകി. നാം ജാനകി. പേര്
Name? Prajwal. You? Rocky. You? Madan. Yashodhara. Yogesh. You? Karuna. You? Bhagavan. Are Bhagavan. ഭഗവാനാണെന്ന് പറഞ്ഞത്. ഇത് കണ്ട നിങ്ങള്, ഇതെന്താ സംഭവം? കല്ലാണ്. ഇത് കല്ല മരമാണ്. കല്ലാണിത്. ഇത് കല്ല്, അതായത് ചെളിയിൽ കല്ല് കൊണ്ട് കണ്ട മരം തന്നെ. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നി കഴിഞ്ഞ്? കണ്ടത് വെറും മരമാണ്, പക്ഷേങ്കിൽ ഇത് കല്ലാട്ടോ. ഒരു സൈസ് കല്ലാണ്. ഓ, ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്. പിള്ളേർ ക്യാമറയുടെ മുന്നിൽ ഡാൻസ് ചാടി കളിക്കണോ? ഇവിടെ ക്രിക്കറ്റ് കളിക്കണ്ട്. ബുക്ക് പിടിച്ചാൽ ഞാനൊന്ന് ബാറ്റ് ചെയ്തോ. അവിടെ സ്റ്റെമ്പില്ല പഴുക്കടി കിട്ടോ? അതെ, സംഭവം രസമാണ്. പക്ഷെ ഇവർക്ക് നമ്മൾ ഒന്ന് കൊണ്ടുവരാത്ത നമുക്കിപ്പോ ഒരു അടങ്ങേറായിരുന്നു. അതെ, അടിച്ചിട്ട് താങ്ക് യു. ഞാൻ കേരള. അപ്പൊ നമ്മൾ ഇതിനകത്ത് കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവനാണ് നമ്മളുടെ ബോളറ്. എസ്രേനോ പിള്ളേരാണ്ട് അവിടെ ബാക്ക് കൂടെ നടക്കുന്നത്. കംപ്ലീറ്റ് പിള്ളേരാണ്. നമ്മുടെ ബോളർ. താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? ഗഗൻ. ഓക്കെ, ഗഗനാണത്. ഇവിടെ ഒരു മൈ നെയിം ഈസ് വിഷ്ണുരാജ്. ഓക്കെ, ഓന് ബോൾ ചെയ്തോക്കെ. അങ്ങനെ നമ്മൾ ഗ്രാമത്തിൻ്റെ ഏതോ ഒരു വഴിത്തെരുവിലൂടെ നടന്ന് ഇങ്ങോട്ടെത്തി. ടൈൽസും കാര്യമൊക്കെ ഒട്ടിച്ചിട്ടുള്ള വീടുകളാണ്. വീടുകളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേങ്കിൽ പിള്ളേർ അടങ്ങിക്കണില്ലല്ലോ. ഇവരുടെ നാട്ടിൽ വന്നതല്ലേ, ഓരെ ഷാറായിട്ട് കളിക്കണം. ഡാൻസ് ലുങ്കി ഡാൻസ്. ഓക്കെ. പിന്നെ ഇതുണ്ട്, അത് കർഷകർ, ഞാൻ പറഞ്ഞില്ലേ, കർഷക കുടുംബങ്ങളായിരിക്കാം ചിലപ്പോൾ ഇവർ. അപ്പോൾ ഇവർക്ക് മഴയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവർ. അതായത് മഴയെ വെയിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എന്നാലല്ല കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിലേ കയറിയിട്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നേക്കുവാണ്. ഇനി നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് അധികമില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഇതിൽ തന്നെ ഇങ്ങനെ റിട്ടേൺ തിരിയുവാണ്. ഇതൊക്കെ ഓല കെട്ടി, വെറും ഓല കൊണ്ട് മാത്രമുള്ള വീടാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. മലയാളം കേരള മാലൂം? കേരള ಕನ್ನಡ ಗೊತ್ತು. ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ഇവരൊക്കെ കന്നഡ വസ്ത്രാട്ടു. ട്രാക്ടർ ആക്കന്നെ കൂട്ടിക്കൊമ്പന്മാര്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അരൂപ്പുറ നടന്നാൽ കുത്ത് കിട്ടാതെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഓനൊക്കെ കൊമ്പുമ്മ കയറ്റി കഴിഞ്ഞാൽ പെട്ടുപോകും. ആലയും വീടൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? ആലയും വീടൊക്കെ ഒന്ന് തന്നെയാണ്. മെയിനായിട്ടുള്ളൊരു വിഷയം, ഇത്രയും ദൂരത്തിലൊക്കെ നടന്നിട്ടും ഒരൊറ്റ വീട്ടിൽ പോയി നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടൊരു ടോയ്ലറ്റ് കണ്ടില്ല അല്ലേ? അപ്പോൾ അതൊരു വിഷയമാണ്, ഒരു വിഷയമുണ്ട്. പിന്നെ ഉണ്ടോ? അതെ, ഇതൊക്കെ മരമാണ്. മേൽഭാഗം മണ്ണ്, വെറും മണ്ണാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് ഇവരുടെ പുള്ളുമുറി എന്ന് പറയുന്നത്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ റിട്ടേൺ തിരിഞ്ഞു വന്നു. സെൽഫിയേ, ഇവനൊത്തൊരു സെൽഫി വേണമെന്ന് പറഞ്ഞു. വാട്ട്സ് യുവർ നെയിം? ജീവൻ. ഓ, താങ്ക് യു. ഓക്കെ, ബൈ. ഇവർ നമ്മളെ നല്ല പിള്ളേരാട്ടോ. നല്ല പിള്ളേരാണ്. പക്ഷേ എങ്കിൽ ഇവർക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റും. നാളെ വെത്തരനേ കേരള ജായക. കേരള കേരള പോവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഗ്രാമത്തിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. നമ്മൾ അതിൽ നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകും. നാട്ടിലേക്കല്ല, നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് അങ്ങനെ തിരിച്ചു പോകും. മൈ നെയിം ഈസ് വിഷ്ണുരാജ്. ഓക്കെ. പയ്യന്മാരെ ഉഷാറായി.
നമ്മൾക്ക് നല്ല സപ്പോർട്ടായി. ഇവരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു ഏട്ടന്മാർ. അപ്പോൾ സ്കൂളും അതുപോലെ തന്നെ അംഗനവാടിയൊക്കെ കണ്ടിട്ട് നമുക്ക് അത്ഭുതം. പിന്നെ എല്ലാ ഗ്രാമത്തിലും ഇതുപോലത്തെ ഒരു വലിയൊരു ടാങ്ക്, അതായത് വെള്ളം ഫുൾ ടൈം വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വെള്ളമുണ്ട്, വെള്ളം ചാടുന്നുണ്ട്. അത്തരത്തിലൊരു ടാങ്കാണ് ഉണ്ടാവുക. അതിൽ നിന്നാണ് ഇവർ ആവശ്യാനുസരണം വെള്ളം എടുക്കുന്നത്. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നത് കുടിക്കാൻ പറ്റുന്നുണ്ടാവും എന്നൊക്കെ അറിയില്ല. പക്ഷേ എങ്കിൽ ഇവർ ചിലപ്പോൾ അതും കുടിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ കണ്ടങ്ങൾ നമ്മൾ കയറുന്നിടത്ത് അവിടെ അതാണ് ഇവരുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ പോവാണ്. ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവരെല്ലാവരും ഇവിടെ റെസ്റ്റിലാണ് ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും പോവുകയാണ്. പക്ഷേങ്കിൽ ഇദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് ഓണത്തിനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലേ, കേരളത്തിലേക്ക് ഓണത്തിനൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഫ്രണ്ട്സോ ആരൊക്കെ കേരളത്തിലുണ്ട്. കന്നഡ മർത്തനായി ಕನ್ನಡ ಬರಲ್ಲ ಅವರಿಗೆ. നമ്മൾ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോരുകയാണ്. ഈ സൈഡ് കണ്ട ഇപ്പോൾ ഇതല്ല, ഇതാണ് ഇവരുടെ ശൗചാലയം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണത്. അത് അതാണ് കറണ്ടിന്റെ വേറെന്തോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് മഴ പെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കൃഷിയും ചെയ്തിട്ടില്ല. കൃഷിയൊക്കെ വളരെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. പിന്നെ ഞങ്ങള് അവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് കയറിയതാണ് നമ്മളുടെ കൂടെ. നിങ്ങൾ പോകുന്ന വഴിക്കാണ്, എന്നെ ഒന്ന് ഇറക്കുമെന്ന് മൂപ്പരുടെ ഭാഷയിൽ ചോദിച്ച് എനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓക്കെ ശരിയെന്ന് പറഞ്ഞു, അങ്ങനെ കയറ്റി കൊണ്ടുവന്നതാണ്. പക്ഷെ ആ ഗ്രാമത്തിലെ പിള്ളേർ നമ്മൾ മുമ്പ് പോയിരുന്ന ഗ്രാമങ്ങളെ പോലെയല്ല, ഗ്രാമത്തിലെ ആളുകളും അതുപോലെയല്ല. വളരെയധികം സപ്പോർട്ടിങ് മൈൻഡാണ്. അവരുടെ നാട് കാണാനൊക്കെ അവർ നമ്മളെ എന്താ പറയുക, പ്രശ്നമല്ല, അതെ കൂട്ടിക്കൊണ്ടുപോവാണ്. പിള്ളേരൊക്കെ അടിപൊളിയാണ്. അവിടെ കാണുന്ന മല ഉണ്ട്, ഈ അതിൻ്റെ അടിവാരത്തായിരുന്നു നമ്മളിപ്പോൾ പോന്നിരുന്ന ഗ്രാമം. അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ദൂരം പോകുന്നുണ്ടോ. ഇത് കണ്ടങ്ങൾ വഴി. ഓ നല്ല കാറ്റാണ് ഇവിടെ, നല്ല കാറ്റാണ്. ഏതാണ്ട് ഈ പാറയുടെ ഈ കല്ലുണ്ടല്ലോ, ഇതാ ഈ കല്ല്, ഇത്തരം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ആ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടാൽ നമുക്കൊരു മരത്തിൻ്റെ ഫീലാണ് തരുന്നത്. പക്ഷേങ്കിൽ ഇത് എന്താ, അതൊരു കല്ലാണ്. ഇത്തരം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ആ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു പാറയാണ്, പെട്ടെന്ന് പൊടിയുന്ന തരത്തിലുള്ളൊരു പാറ. പക്ഷേങ്കിൽ ഹെവിയാണ്, ടൈറ്റ് ഉള്ളതാണ്, നല്ല വെയിറ്റ് ഉള്ളതാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം വണ്ടി ചൂടാറാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങോട്ട് റൺ ചെയ്ത് പോന്നു. ഇനി ഇതുവഴി അങ്ങനെ പോകണം നമുക്ക് കുറച്ച് ദൂരം. ഇത് NH 150 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർഡുമ്മൽ. ഏതായാലും നമുക്ക് ഇന്നത്തെ സ്റ്റേ എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇന്നത്തെ സ്റ്റേ എവിടെ കിട്ടുമോയെന്ന് അറിയണമെങ്കിൽ ഈ റോഡ് ഇനി നമ്മൾക്കൊരു 15 കിലോമീറ്ററോളം പോകാണ്ട്. ഈ റോഡ് ഇനി 15 കിലോമീറ്റർ പോകാണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:35 അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ 5 മണിയായി കഴിഞ്ഞാൽ വണ്ടി എടുക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കും. നമുക്ക് സ്റ്റേ കിട്ടണം. ഓ വണ്ടി വല്ലാണ്ട് ചൂടായിട്ടോ, നല്ല ചൂടുണ്ടല്ലേ. മറ്റ് പ്രോബ്ലം ഒന്നും ഇപ്പം ഇല്ലാതിരിക്കട്ടെ. ഈ ഓവർഫ്ലോൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നിരുന്ന ഓയിലൊക്കെ ചാട്ടാക്ക് നിന്ന് പോയി. പിന്നെ അവിടെ ഹൗസിങ്ങിൻ്റെ ഓയിൽ ആ മൗണ്ടിൽ കൂടെ ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു, അത് നിന്നിട്ടുണ്ട്. ഇപ്പം ചാട്ടല്ല, പക്ഷേ എന്നാലും അവിടെ ലീക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. മറ്റേ താഴത്തേക്ക് ഇങ്ങനെ വീണിരുന്നു. ഇപ്പോൾ ഈ നിർത്തം നിൽക്കുമ്പോൾ തന്നെ വീണിരുന്നു. അപ്പോൾ വീണൊന്നും കാണുന്നില്ല. വണ്ടി പിന്നെയും തന്നെ ചളിയും പൊടിയൊക്കെ ആയി. നമ്മൾ മഴയും പെയ്യുന്നുണ്ട് ഇടയ്ക്കില്ലേ. ഇനിയിപ്പോൾ ഒരു കഴുകൽ ഇനി വീട്ടിലേക്ക് എത്തട്ടെ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഏതായാലും നമ്മൾ 2-3 ദിവസം കൊണ്ട് എത്തും. ഇനി വീട്ടിൽ നിന്ന് ഉഷാറായിട്ടൊന്ന് കഴുകാം. ഞങ്ങൾ 2 മസാലപ്പൊരി തിന്നാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ഹുള്ളിയൂരിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 മസാലപ്പൊരി എന്നിട്ട് ഒരു ഇളം വിശപ്പില്ല ഞങ്ങൾക്ക്. ഇളം വിശപ്പിനൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് കഴിക്കുവാണ്. എവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഉണ്ടോ? അല്ല, തൊട്ടപ്പുറത്ത് പമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചില്ലറ ആക്കാവുന്നതാണ്, പൈസ ആക്കി എടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ദേവിനെ കുക്കുണ്ടല്ലോ എൻ്റെ അപ്പോൾ ഞാൻ തന്നെ മേടിക്കണേ അല്ലേ? പൈസ ഉള്ള ആള് ഞാൻ തന്നെയാണല്ലോ ചെറിയ. അതെ ഇത് തന്നെയാണ്. സമയം ഇപ്പോൾ 7 മണിയാവാറായി. 7 മണി ആവാറായപ്പോഴാണ് ഞങ്ങൾക്കൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് കിട്ടുന്നത്. ഇത് അവിടെയൊക്കെ വേണമെങ്കിൽ നിർത്താം, ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞോട്. പക്ഷേ എങ്കിൽ ഇവിടെ ഉണ്ടോ റോഡിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞതാണിത്. ഈ പണി ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പൊടിയാണ്.
അപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊടിശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇറക്കിയിട്ടൂടെന്ന് ചോദിച്ചു. അവിടേക്ക് ഇറക്കിയിടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് ഇറക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. ഉപ്പ് ഡീസൽ വാങ്ങാൻ വേണ്ടി പോയതാണ്. 400 രൂപ ഡീസൽ വാങ്ങി വെക്കാമെന്ന് കരുതി പോയതാണ്. കാരണം ഇനി രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് കരുതുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി സാധാരണ നമ്മളുടെ ഫുഡ് കഴിക്കലും കാര്യം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വർത്താനം കാര്യമൊക്കെ ആയിരിക്കും. ഉപ്പ് ഡീസലായിട്ട് എത്തി. എന്നാൽ പിന്നെ നമ്മൾക്ക് ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ തൊട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.